സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സുമംഗലയെ നീ കണ്ടിട്ടുള്ളൂ. കൂടെ നിന്ന് ചതിക്കുന്നവരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാത്ത അഴകത്തമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം അറിഞ്ഞു കഴിയുമ്പോ, ലീലാമ്മയുടെ തിരോധാനത്തിൽ നിന്റെ പങ്ക് വ്യക്തമായി കഴിയുമ്പോ, പിന്നെ ഒരിക്കലും അവള് നിന്റെ മുഖത്ത് പോലും നോക്കില്ല. ഇല്ല അച്ഛാ, ഒരിക്കലും എന്റെ അമ്മ എന്നോട് അങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കില്ല. മോളെ, നീ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാ. ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് സമാധാനമായിട്ട് ഇരിക്കല്ല ഇപ്പൊ വേണ്ടത്. വരാൻ പോകുന്ന അപകടത്തെ തരണം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തുക വേണ്ടത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? ഇനി കൂടുതലൊന്നും ആലോചിക്കാതെ എല്ലാ സത്യങ്ങളും ഇപ്പൊ തന്നെ നീ സുമംഗലയെ അറിയിക്കണം. നീ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്തതെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിന്റെ പ്രവൃത്തികൾ കൊണ്ട് അവൾ അനുഭവിച്ച മനോവേദനയ്ക്ക് കാല് പിടിച്ച് മോള് മാപ്പ് പറയണം. മോളെ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാ അനന്തു? എനിക്ക് അത്യാവശ്യമായിട്ട് ചിലർ കാണേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഏതായാലും അനന്തു എങ്ങോട്ടും പോകണ്ട. ജോത്സ്യൻ എന്താ പറയുന്നെന്ന് അറിയണ്ടേ? ജോത്സ്യൻ എന്ത് പറയാനാ? അഴകത്തെ ദോഷങ്ങൾ മാറ്റാനായിട്ട് വഴിപാടുകളുടെ ഒരു നീണ്ട ലിസ്റ്റും കൊണ്ട് പറയും. അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, എന്ന് മുതലാ നിനക്ക് ഇതിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയത്? ചില അനുഭവങ്ങൾ കൊണ്ടാണല്ലോ പലതിലും നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. അതിന് നിനക്കെന്താ അനുഭവം ഉണ്ടായത്? ആ SP-യും അവരുടെ പോലീസുകാരും മുഴുവൻ ശ്രമിച്ചിട്ടും ആ ലീലാമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് ഇനിയൊരു ജോത്സ്യൻ. അങ്ങനെ തള്ളിക്കളയൊന്നും വേണ്ട. നഷ്ടപ്പെട്ട അഴകത്തെ നിധി 10-ാം നാൾ തിരിച്ചു കിട്ടുമെന്ന് പ്രവചിച്ചത് ഇതേ ജോത്സ്യൻ തന്നെയല്ലേ? അത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? കുറ്റം ചെയ്ത ആള് എന്റെ ഏട്ടൻ തന്നെ ആയിരുന്നെങ്കിലും അംഗീകരിക്കേണ്ടത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ലീലാമ്മ എവിടെ ഉണ്ടെന്ന് ഈ ജോത്സ്യന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അല്ലേ? എന്താ സംശയം? ലീലാമ്മ എവിടെയുണ്ടെന്നും അവരെ ആരാ ഒളിപ്പിച്ചിരിക്കുന്നതെന്നും ഇന്നറിയാം. എന്താ അനന്തു ഇങ്ങനെ നോക്കുന്നു? പെട്ടെന്ന് നിനക്ക് ഈ ജോത്സ്യനിൽ വിശ്വാസം വന്നതിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി. കേൾക്കാൻ നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ബാലാമണി എന്നൊരു പേര് അയാൾ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ശാസ്ത്രത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ലീലാമ്മയെ ഒളിപ്പിച്ചു വെച്ച് അഴകത്തുകാരെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുടെ പേര് ബാലാമണി എന്ന് തന്നെയായിരിക്കും. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കെങ്ങനെ തോന്നി? എന്താ നിനക്ക് പറയാനുള്ളത്? അമ്മ ഒരുപാട് പേരുടെ നന്മയെ കരുതിയിട്ട് ഒരാളൊരു തെറ്റ് ചെയ്താ അമ്മ ആ തെറ്റിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? മറ്റൊരാളുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും തെറ്റ് തന്നെയല്ലേ? അതെ, പക്ഷെ അയാൾക്ക് വേറെ വഴിയൊന്നും മുന്നിലുണ്ടായിരുന്നില്ലെങ്കിലോ? അങ്ങനൊരു സാഹചര്യത്തില് വലിയൊരു സങ്കടത്തിൽ നിന്നും ചിലരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു തെറ്റ്. വളച്ചു കെട്ടാതെ നീ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറ. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഇതുവരെ അമ്മയോട് പറഞ്ഞിട്ടില്ല. ഒരു സൂചന പോലും തന്നിട്ടുമില്ല. നീ എന്തിനെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നത്? അമ്മേ, ഇത് കേട്ട് കഴിയുമ്പോ അമ്മ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ആ പ്രതികരണം എങ്ങനെയായാലും സഹിക്കാൻ ഞാൻ തയ്യാറാ. നീ കാര്യം പറ ബാലാമണി. അമ്മേ, തെറ്റ് ചെയ്ത്. എന്താ അമ്മ ഇത്? എല്ലാവരും അവിടെ അമ്മയെ കാത്തു നിൽക്കുക. തിരുമേനി വന്നിട്ട് എത്ര നേരായെന്നറിയോ? ഞാൻ വന്നേക്കാം, നീ പൊയ്ക്കോ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. വേണ്ട, ബാലാമണിക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്.
അത് കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ബാലാമണി ഇവിടെ തന്നെ ഉണ്ടല്ലോ. പ്രശ്നം നോക്കി തിരിച്ചു വന്നു കഴിഞ്ഞ് അമ്മയ്ക്ക് ഇവളോട് ഇഷ്ടം പോലെ സംസാരിക്കാലോ. രാഹുകാലത്തിന് മുമ്പ് നോക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ പിന്നെ ഇന്ന് നടക്കില്ല എന്നാ തിരുമേനി പറയുന്നേ. അതുകൊണ്ട് അമ്മ വേഗം ഇങ്ങോട്ട് വാ. നിനക്ക് പറയാനുള്ള കാര്യം ഞാൻ പിന്നീട് കേട്ടാ മതിയോ? അമ്മേ, അതോ മതിയമ്മേ, അവക്ക് സമ്മതാ. അമ്മ ഇങ്ങോട്ട് വന്നേ. വാ അമ്മേ. അമ്മ എത്തിയാൽ ഉടനെ തുടങ്ങാല്ലേ? അതെ, തുടങ്ങാം. വാ അമ്മേ. നമസ്കാരം. നമസ്കാരം. എല്ലാവരും അമ്മയെ കാത്തു നിൽക്കായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയേണ്ട കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞോളൂ. അയ്യോ അമ്മേ, അനന്തു നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് ഒരു ധാരണ കിട്ടാൻ തിരുമേനിക്ക് പറഞ്ഞു കൊടുത്തതാ. അത്രേ ഉള്ളൂ. ഇനി അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് രാശി നോക്കുമ്പോ അറിയാലോ, അല്ലേ? എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടായാ മതി. എന്നിട്ട് വേണം മനസ്സമാധാനായിട്ടൊന്ന് ഉറങ്ങാൻ. അവനവന്റെ പ്രവൃത്തികൾ നന്നായിരുന്നാലേ മനസ്സമാധാനം ഉണ്ടാവൂ. ലീലാമ്മയുടെ കാര്യത്തിൽ നിന്റെ ഭർത്താവ് തെറ്റുകാരനാണെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞാൽ നിനക്ക് പിന്നെ മനസ്സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുമോ? എന്റെ അരവിന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അരവിന്ദേട്ടനെ നല്ല വിശ്വാസാ. നീ നിന്റെ ഭർത്താവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മകനെ വിശ്വസിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസം തകർന്നു. അമ്മേ, വേണ്ട, അനുസരണയോടെ നിന്ന് കേൾക്കണമെന്നില്ല, എതിർക്കാം. ഇപ്പൊ അതാണല്ലോ നിന്റെ ശീലം. അമ്മേ, മറ്റാരൊക്കെ ഞങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. പക്ഷെ അമ്മയെങ്കിലും സത്യം മനസ്സിലാക്കണം. ലീലാമ്മയെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ക്രൂരന്മാരൊന്നുമല്ല അമ്മയുടെ മകള്. നീ മിണ്ടരുത്. ലീല മഴകത്ത് വീട്ടിന്റെ പടി ചവിട്ടിയ ദിവസം അന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു നീ ആരാണെന്ന്. മൈഥിലിയും അരവിന്ദനും കൂടി വന്ന് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോ ഞാനത് സമ്മതിച്ചത് എന്തിനാണെന്നറിയോ? ലീലാമ്മയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരിൽ ആരോ ഒരാളാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. ആ ആൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അയാൾക്ക് ഈ അഴകത്ത് വീടിന്റെ പടിയിറങ്ങാം. പിന്നെ ഈ അഴകത്ത് വീട്ടിൽ ഒരു തരി സ്വത്തിനോ എന്റെ സ്നേഹത്തിനോ അയാൾ അർഹനായിരിക്കില്ല. തിരുമേനി, രാശി വെച്ച് തുടങ്ങാം. അയ്യോ അമ്മേ, ഒരാൾ എത്തിയിട്ടില്ല. അല്ല, അയാളും കൂടി വന്നിട്ട് തുടങ്ങുന്നതല്ലേ നല്ലത്. ഏട്ടാ, ബാലാമണി എവിടെ? അല്ല, അത് അവൾക്ക് വല്ലാത്ത തലവേദന, കിടക്കുക. ലീലാമ്മ എന്ന വലിയ തലവേദനയ്ക്ക് പരിഹാരം കാണാനല്ലേ കുഞ്ഞുണ്ണിമാമേ നമ്മളിവിടെ കൂടിയിരിക്കുന്നേ. അപ്പൊ പിന്നെ ബാലാമണിയുടെ ചെറിയ തലവേദന വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പോയേ അവളെ വിളിച്ചോണ്ട് വരാം. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? എന്ത് ടെൻഷൻ? അതെന്താണെന്ന് നിനക്കല്ലേ അറിയൂ. എനിക്കിപ്പോ തൽക്കാലം ഒരു പ്രശ്നവും. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പരിഹാരം കാണാനും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിലും നിന്നെ സഹായിക്കേണ്ടതേ എന്റെ ജോലിയല്ലല്ലോ. നിനക്ക് വേണ്ടി പുതിയ കുരുക്കുകൾ ഉണ്ടാക്കി വെക്കുക എന്നത് മാത്രമല്ലേ എന്റെ ഏക ലക്ഷ്യം. കവിതേ, എനിക്ക് കുറച്ചു നേരം ഒന്ന് സ്വസ്ഥായിട്ടിരിക്കണം. നീ ഒന്ന് ഇറങ്ങി പോവോ? അതെങ്ങനെയാ ശരിയാവുന്നേ? താഴെ വലിയൊരു ചടങ്ങ് നടക്കുന്നത് നീ അറിഞ്ഞില്ലേ? അതറിഞ്ഞിട്ടും നീ ഈ മുറിയിൽ തന്നെ കയറിയിരിക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് വാ, താഴേക്ക് പോവാം. കവിതേ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. പ്രശ്നം നോക്കുമ്പോ
ഈ കുടുംബത്തിലുള്ളവർ എല്ലാവരും അവിടെ ഉണ്ടാവണം. അതാണ് പോലും അതിന്റെ ശാസ്ത്രം. അതുകൊണ്ടല്ലേ നിന്നെ വിളിക്കാൻ അമ്മ എന്നെ പറഞ്ഞു വിട്ടത്. ആ വന്നേ വന്നേ വന്നേ, സമയം കളയാതെ വേഗം വാ. ലീലാമ്മയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആരാണെന്നറിയാൻ അഴകത്തുകാരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്നിട്ട് നീ മാത്രം എന്താ അത്ര താല്പര്യമില്ലാത്ത പോലെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അതെ, ആരാ അത് ചെയ്തതെന്ന് നിനക്കറിയാമോ? അല്ല, നമ്മളെന്തിനാ വെറുതെ കൺഫ്യൂഷൻ ആവുന്നത്? ചെയ്ത ആളെ ഇപ്പൊ ജോത്സ്യം പറയുമല്ലോ. ആ സമയത്ത് നീ അവിടെ ഇല്ലെങ്കിൽ അത് വളരെ മോശമല്ലേ? അതെ, അങ്ങോട്ട് വന്നേ വന്നേ വരാൻ. കുടുംബത്തിലുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞെങ്കിൽ പ്രശ്നം തുടങ്ങായിരുന്നു. അയ്യോ തുടങ്ങല്ലേ, ഒരാൾ വരാനുണ്ട്. ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഇനി തുടങ്ങിക്കോളൂ. അല്ല ഇതെന്താ സംഗതി? അമ്മ എവിടെയുണ്ടെന്ന് പ്രശ്നം വെച്ച് നോക്ക. ഈ അഴകത്തുകാർക്കൊക്കെ മുഴു പ്രാന്ത. 2015 അല്ലേ ഈറ്റിങ്ങൾ ജീവിക്കണത്. എന്താ അവിടെ? ഒന്നുമില്ല. തിരുമേനി തുടങ്ങിക്കോളൂ. ഓ, ഈ നൂറ്റാണ്ടിൽ ഇത്തരം വിശ്വാസങ്ങളിൽ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. രാശി വയ്ക്കുമ്പോൾ തെളിയുന്നത് എന്താണോ അത് ഞാൻ പറയും. അതെൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, എല്ലാം അമ്മയുടെ അനുഗ്രഹം മാത്രം. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ. പ്രശ്നത്തിൽ എന്താ കാണുന്നേ? ഒരു സ്ത്രീയുടെ കണ്ണുനീര്, അതായി ഈ കുടുംബത്തിൻ്റെ ശാപം. അതെ, ലീലാമ്മയുടെ ശാപം ഈ കുടുംബത്തിന്റെ മേലുണ്ട്. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ പാവത്തിന് അഴകത്ത് വീട്ടിൽ നിന്നും പടിയിറക്കി വിടുകയാ ഞാൻ ചെയ്തത്. എൻ്റെ ഈ മക്കൾ എന്നെക്കൊണ്ടത് ചെയ്യിച്ചു. അവരിപ്പോ എവിടെയാ ഉള്ളത്? ചെന്ന് കണ്ട് എന്ത് പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാം. അഴകത്ത് വീടിന് മേൽ വീണ ശാപങ്ങൾക്ക് കാരണം ലീലാമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രാശിയിൽ അത് തെളിഞ്ഞിട്ടുമില്ല. അല്ല, പിന്നെ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞതോ? പറഞ്ഞു, പക്ഷെ ആ സ്ത്രീ ലീലാമ്മയല്ല. പിന്നെ ജീവിച്ചിരിക്കുന്ന സ്വന്തം കുഞ്ഞ് മരിച്ചുപോയി എന്ന് വിശ്വസിച്ച് കഴിഞ്ഞുകൂടുന്നൊരമ്മ. അങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ട്.
പെൺകുട്ടിയുടെ കണ്ണീരിൻ്റെ ശാപം അതുതന്നെയാ അഴകത്തെ ദോഷങ്ങൾക്കൊക്കെ കാരണം. എത്രയും പെട്ടെന്ന് അവൾക്ക് നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ കണ്ടെത്തണം. പക്ഷേ അതത്ര എളുപ്പമല്ല. അതിനെ എന്നവൾക്ക് തിരിച്ചു കിട്ടുന്നോ അന്നേ ഈ കുടുംബത്തിൻ്റെ ദോഷം മാറും. കുഞ്ഞാണോ? എന്റെ കുഞ്ഞാണോ? അമ്മ എന്റെ കുഞ്ഞാണോ? അമ്മ 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 എന്റെ കുഞ്ഞാണോ? അമ്മ അമ്മ മോളെ. അയ്യോ മോളെ പോയിത്തിരി വെള്ളം മോളെ മോളെ ബലം. മോളെ ബാലമണി. ചേടാ ഇതിപ്പോ വല്ലാത്തൊരു ട്വിസ്റ്റിലാണുള്ള കാര്യങ്ങളൊക്കെ നീങ്ങണത്. ആ ജോത്സ്യം പറഞ്ഞൊക്കെ സത്യമായിരിക്കോ? എവിടെ ഒക്കെ ആ കള്ളന്മാരല്ലേ ഈ ജോത്സ്യന്മാര്. അവിടെ നിന്ന് എവിടെ പോണേ? എങ്ങടെ ഓടിപ്പാഞ്ഞു പോണേന്ന്? ചേച്ചി എവിടെ ബോധം കെട്ട് കിടക്ക. മുഖത്ത് തളിക്കാനായി വെള്ളം. ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ. അവിടെ നിൽക്കാൻ നീ നല്ല ആള് തന്നെ. മോളെ ദേവു നമ്മളിവിടെ വീട്ടുവേലൊക്കെ വന്നാണോ? നിനക്കിത് എന്തിന്റെ കേടാ? ബോധം കെട്ട് കിടക്കണീ അവിടെ കിടക്കട്ടെ. അങ്ങനെ പറയല്ല അമ്മാവ. പാപ്പന്മാരെ പേടിക്കാതെ അമ്മാവനും ഞാനും ഇന്നിവിടെ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ബാലാമണി ചേച്ചിയാ. അത് മറന്ന് നമ്മൾ പ്രവർത്തിച്ചൂടാ. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. അപ്പൊ പിന്നെ ഞാനും ബാലമണിയുടെ കൂടെ തന്നെ നിൽക്കണല്ലേ നല്ലത്. അതെ അത് തന്നെ നല്ലത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആഹാ മോളെ 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 പിടിക്ക്, എഴുന്നേൽക്ക് മോളെ. ഞാനിവിടെ ബോധം കെട്ട് വീണോ അമ്മേ? അതെ ചേച്ചി. പിന്നെ എല്ലാരും കൂടി ചേച്ചിയെ താങ്ങി പിടിച്ച് ഇവിടെ കൊണ്ട് കിടത്തുമായിരുന്നു. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. അമ്മേ എന്തിനമ്മയാ തിരുമേനി കള്ളം പറഞ്ഞത്? അത് കേട്ടപ്പോ എന്റെ നിയന്ത്രണം തെറ്റി. പിന്നെന്താ സംഭവിച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ ആകെ ടെൻഷനിലായിരുന്നല്ലോ. അമ്മയോട് പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഇനി തിരുമേനി അതേക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്നായിരുന്നു എന്റെ പേടി. അതുകൊണ്ടായിരിക്കും സത്യമില്ലാത്തൊരു കാര്യം കേട്ടപ്പോ, അതും തിരുമേനിയെ പോലെ വലിയൊരാളത് പറഞ്ഞു കേട്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയത്. തിരുമേനി പറഞ്ഞതിൽ യാതൊരു കളവുമില്ല മോളെ. രാശി നോക്കിയപ്പോ അദ്ദേഹം കണ്ട കാര്യങ്ങൾ സത്യം തന്നെയാ. ഇല്ല അമ്മ, അമ്മ അത് വിശ്വസിക്കരുത്. രാശി നോക്കിയപ്പോ തിരുമേനിക്ക് പിഴച്ചതാ. എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. അവൻ മരിച്ചുപോയി. അതാണ് സത്യം എന്ന് എനിക്കറിയാം. മോളെ, നിന്നോടത് അമ്മ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്? ഇത്രയും നാളും നിനക്കറിവില്ലാതിരുന്ന കാര്യങ്ങളെക്കുറിച്ചാ നീ ഇന്നറിഞ്ഞത്. അതിനെ നിഷേധിച്ചാൽ പിന്നെ ഈ അമ്മ കൂടുതൽ എന്തു പറയാനാ? ചിലപ്പോ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടാവും ചേച്ചി. നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ
കുഞ്ഞിന്റെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് തന്നെയാ സത്യം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കൽ ഇതുപോലെ ആരോ എന്തോ പറയുന്നത് കേട്ടിട്ട് അവൻ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയതല്ലേ. അന്ന് ഞാൻ അമ്മയുടെ മുന്നിൽ വന്നെന്ന് പൊട്ടിക്കരഞ്ഞത് അമ്മ മറന്നുവോ? എനിക്ക് ജനിച്ചത് ചാപിള്ളയാണെന്ന് ആ സർട്ടിഫിക്കറ്റുകളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച അഭയടുത്തി എന്നെ ചതിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണം. ഒരിക്കൽ ഞാൻ എൻ്റെ അടുത്തെ തെറ്റിദ്ധരിച്ചതാ. ഇനി രണ്ടാമതൊരിക്കൽ കൂടി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല.